ഓഹരി വാങ്ങുന്നതിന് ബ്രോക്കറേജ് ഇനത്തിൽ നൽകിവരുന്ന നിരക്ക് വർധനയ്ക്ക് കളമൊരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സും റീറ്റെയിലേഴ്സും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സർക്കാർ ഏജൻസിയായ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി, ഒക്ടോബർ 1 മുതൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച ചില നിയന്ത്രണങ്ങളാണ് ഇതിന് കാരണം. ഈ നിയന്ത്രണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഓഹരി വിപണിയുടെ പ്രവർത്തന രീതി സംബന്ധിച്ചും ബ്രോക്കറേജ് സംബന്ധിച്ചും നമുക്ക് ഒരു ചെറിയ ധാരണ ഉണ്ടാവണം. അതായത് സ്റ്റോക്ക് ബ്രോക്കർ, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, എക്സ്ചേഞ്ച് എന്നിവയാണ് ഓഹരി ഇടപാടിൽ പങ്കാളിയായിട്ടുള്ളത്. നാം ഓഹരി വാങ്ങുന്നതും വിൽക്കുന്നതും ബ്രോക്കർ മുഖേനയാണ്. ഡിജിറ്റൽ രൂപത്തിൽ ഈ ഓഹരി സൂക്ഷിക്കുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, അതായത് CDSL-ഉം NSDL-ഉം ആണ്. വ്യാപാരം നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഫുൾ സർവീസ് ബ്രോക്കർ, ഡിസ്കൗണ്ട് ബ്രോക്കർ എന്നിങ്ങനെ രണ്ട് തരം ബ്രോക്കർമാരാണ് ഇന്ന് ഇന്ത്യൻ വിപണിയിലുള്ളത്. അതായത് ഷെയർ വെൽത്ത്, ജിയോജിത്ത്, മോത്തിലാൽ ഒസ്വാൾ, ചോയ്സ്, ICICI ബാങ്ക്, HDFC തുടങ്ങിയ ഫുൾ സർവീസ് ബ്രോക്കർമാർക്ക് കമ്മീഷൻ കൂടുതലായിരിക്കും. കൂടാതെ അവർ നൽകുന്ന സേവനവും വിപുലമാണ്. അതായത് രാജ്യവ്യാപകമായി അവർക്ക് ഓഫീസുകൾ ഉണ്ട്. എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് നേരിടുകയാണ്, അതായത് നമ്മൾ ട്രേഡിംഗ് സമയത്ത് എന്തെങ്കിലും നമ്മൾക്ക് നെറ്റ് ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റം ഹാങ് ആവുകയോ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഓഫീസിൽ നേരിട്ടോ ഫോൺ വഴിയോ നമുക്ക് അവരുടെ സഹായം തേടാം. ഓഹരി വാങ്ങാനും വിൽക്കുവാനും വിളിച്ചു പറയുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താലായിട്ട് മതി. അതുകൂടാതെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ വിദഗ്ധരും ഉണ്ടാവും. അവർക്ക് നമ്മൾ എവിടെ നിന്നോ കേട്ട ഒരു ഓഹരിയെ സാധ്യതയും പരിമിതിയും അറിയാനും അടക്കം അവരെ നമുക്ക് വിളിക്കാവുന്നതാണ്. അതാണ് ഫുൾ ബ്രോക്കറേജ് പറയുന്നത്, അതായത് ഫുൾ സർവീസ് ബ്രോക്കർമാർ. എന്നാൽ മറ്റൊരു വിഭാഗം നിലവിലുണ്ട്, അതായത് ഡിസ്കൗണ്ട് ബ്രോക്കർമാർ. അതിന് ഉദാഹരണമാണ് ആദ്യത്തെ ഡിസ്കൗണ്ട് ബ്രോക്കറാണ് സെറോദ. അപ്പോൾ ഇപ്പോൾ സെറോദ, അപ്സ്റ്റോക്സ്, 5 പൈസ, ഗ്രോ തുടങ്ങിയവ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അവർക്ക് സംബന്ധിച്ച് വിപുലമായ ഓഫീസുകളൊന്നുമില്ല. ഇടപാടിനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അവർക്കുള്ളത്. പൊതുവിൽ അവരുടെ പ്രവർത്തനം. അതേസമയം മത്സരം കടുത്തതോടെ ഇപ്പോൾ അവരും റിസർച്ച് നോട്ടും കസ്റ്റമർ സർവീസും മിക്കവാറും ഡിസ്കൗണ്ട് ബ്രോക്കർമാർ നൽകി വരുന്നുണ്ട്. എന്നാലും അതൊരു ഫുൾ സർവീസ് ബ്രോക്കർമാർ നൽകുന്നതിൻ്റെ അടുത്ത് വരുന്നില്ല. കൂടാതെ പ്രാദേശിക ഭാഷയിൽ ആശയവിനിമയം നടത്താനോ അവർക്ക് കഴിയില്ല. അവർ മിക്കവാറും ഹിന്ദിയിലോ അല്ലെങ്കിൽ തമിഴിലോ മറ്റോ അവരുടേതായ ലാംഗ്വേജിലായിരിക്കും പറയുക. പക്ഷേ ഫുൾ ബ്രോക്കർമാരുണ്ടെങ്കിൽ അവർക്ക് പ്രാദേശിക ഭാഷയിൽ തർജ്ജമ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ച് എംപ്ലോയീസ് ഉണ്ടാകും. കൂടാതെ ഈ ഡിസ്കൗണ്ട് ബ്രോക്കർമാർക്കാണെങ്കിലോ ബ്രോക്കർ ചാർജ് വളരെ കുറവാണ് എന്നതാണ് അവരെ ഒരു ആകർഷണമായ ഒരു കാര്യം. ഫുൾ സർവീസ് ബ്രോക്കർമാർ 5 അല്ലെങ്കിൽ 0.5, 0.5 അല്ലെങ്കിൽ 0.6% കമ്മീഷൻ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കർമാർ ഇത് 0.03, 0.04, 0.05% മാത്രമാണ്. സെറോദ എന്ന ഡിസ്കൗണ്ട് ബ്രോക്കർ ഇക്വിറ്റി ഡെലിവറിക്ക് കമ്മീഷൻ പോലും വാങ്ങുന്നേയില്ല. ഫുൾ സർവീസ് ബ്രോക്കർമാരുടെ പ്രധാന വരുമാനം കമ്മീഷനാണ്. അവർക്ക് ട്രേഡിംഗ് വോളിയം കുറവായിരിക്കും. എന്നാൽ ഡിസ്കൗണ്ട് ബ്രോക്കർമാർ ഇൻട്രാഡേ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്നിവയ്ക്ക് കമ്മീഷൻ വാങ്ങുന്നുണ്ട്. അവരുടെ ട്രേഡിംഗ് വോളിയം കൂടുതലും ആയിരിക്കും. 10,000 രൂപ അക്കൗണ്ടിൽ ഉള്ളയാൾക്ക് 1,00,000 രൂപയുടെ ഇടപാട് നടത്താൻ കഴിയുന്ന രീതിയിൽ ലിവറേജ് നൽകിയും വോളിയം കൂട്ടാൻ ഈ ഡിസ്കൗണ്ട് ബ്രോക്കർമാർ ശ്രമിക്കാറുണ്ട്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ബ്രോക്കർമാരിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത് മൊത്തം വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ലാബായാണ്. കൂടുതൽ വോളിയം ഉള്ളവർ കുറഞ്ഞ നിരക്കിൽ നൽകിയാൽ മതിയാവും. ഇതാണ് സെബി കടിഞ്ഞാണിടാൻ പോകുന്നത്. ഒക്ടോബർ 1 മുതൽ സ്ലാബ് സിസ്റ്റം അവസാനിപ്പിക്കാനും ഓർഡറിൻ്റെയോ ഓഹരി മൂല്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നിരക്ക് ഈടാക്കാനുമാണ് സെബിയുടെ നിർദ്ദേശം. ഇത് ഡിസ്കൗണ്ട് ബ്രോക്കർമാർക്ക് വൻ തിരിച്ചടിയാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇടപാടിന് ക്രിപ്റ്റോ പോലെ വൻ നികുതി നിരക്ക് ഈടാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായും ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്കൊരു പ്രതീക്ഷിക്കാം, ഉറപ്പില്ല. 30% നികുതി ഏർപ്പെടുത്തിയേക്കും എന്നുവരെ ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കർമാരുടെ
കഥ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. മൂല്യം കുത്തനെ കുറയും എന്നതും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനും ഇൻട്രാഡേയുമാണ് ഡിസ്കൗണ്ട് ബ്രോക്കർമാരുടെ പ്രധാന വരുമാനം എന്നതാണ് ഇതിന് കാരണം. റീറ്റെയിൽ നിക്ഷേപകരിൽ നിന്ന് വാങ്ങുന്ന തുകയുടെ തുച്ഛം വിഹിതം മാത്രമാണ് ഡിസ്കൗണ്ട് ബ്രോക്കർമാർ എക്സ്ചേഞ്ചിനും ക്ലിയറിംഗ് ഹൗസിനും നൽകുന്നത് എന്ന വിലയിരുത്തലാണ് സെബിയെ കടുത്ത നടപടിക്ക് പ്രേരിപ്പിച്ചു. ഒപ്പം 90% റീറ്റെയിൽ നിക്ഷേപകരുടെയും പണം നഷ്ടപ്പെടുത്തുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിന് കടിഞ്ഞാണിടണം എന്ന അഭിപ്രായങ്ങളും നിലവിലുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിഞ്ഞ് കാണാം എന്ന് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.